ഇനി കോയമ്പത്തൂരിലേക്കാണ്. കോയമ്പത്തൂർ ജില്ലയിലെ 10 മണ്ഡലങ്ങളിലും DMK, അണ്ണാ DMK മുന്നണികൾ ശക്തമായ പോരാട്ടം നടത്തുന്നു എന്നാണ് അവിടെ സന്ദർശിച്ച ഷാരിഖ് നവാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഷാരിഖ്, എന്താണ് കോയമ്പത്തൂരിൻ്റെ ചിത്രം? ഗുഡ് മോർണിംഗ്. வணக்கம் எஸ்கே. நான் இப்போ கோயம்புத்தூரில் கலெக்டரேட் பக்கத்தில் தான் நிற்கிறேன். இங்கே இந்த SP ഓഫീസ് இங்கே இருக்கு. ഒരു തമിഴ്നാട്ടിലെത്തിയപ്പോൾ തമിഴിൽ സംസാരിച്ചെന്നുള്ള ഒരു ഇതേ ഉള്ളൂ, ഫ്ലോയിൽ സംസാരിച്ചതാണ്. കോയമ്പത്തൂരിൽ ശക്തമായ 10 മണ്ഡലങ്ങളിലും ശക്തമായ മത്സരമാണ് നടക്കുന്നത്. കോയമ്പത്തൂർ, അതായത് കോയമ്പത്തൂർ മണ്ഡലം എന്ന് പറയുന്നത് ഊട്ടിക്ക് സമീപത്തുള്ള മേട്ടുപ്പാളയം, അതുപോലെ തന്നെ പൊള്ളാച്ചി, അതുപോലെ തന്നെ കോയമ്പത്തൂർ നോർത്ത്, സൗത്ത്, സൂലൂർ, വിനോദസഞ്ചാര കേന്ദ്രമായ വാൾപ്പാറ എന്നീ മേഖലകൾ ഉൾപ്പെടുന്ന 10 മണ്ഡലങ്ങളിലാണ് ശക്തമായ മത്സരം നടക്കുന്നത്. ഇവിടെ ശക്തിയായ 2 മുന്നണികൾ തമ്മിൽ തന്നെയാണ് മത്സരം. അതായത് DMK, AIADMK, BJP-യുടെ സഖ്യത്തിലുള്ള AIADMKയും DMKയും തമ്മിലാണ് മത്സരം. എന്നാൽ ഈ 10 സീറ്റും AIADMKന്റെ കയ്യിൽ തന്നെയാണ്. എന്നാൽ ഇത്തവണ അത് തിരിച്ചു പിടിക്കുമെന്നുള്ള വാശിയേറിയ പോരാട്ടത്തിലാണ് DMK ഉള്ളത്. നേരത്തെ മനീഷ് മൂർത്തി സൂചിപ്പിച്ചതുപോലെ ഇത്തവണ തമിഴക വെട്രിക്കഴകം, അതായത് വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രിക്കഴകം ഒരു നിർണായക ശക്തിയായി കോയമ്പത്തൂരിൽ മാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം ഇവിടെയും അവർ വോട്ട് പിടിക്കും. വിജയ് ഈ മണ്ഡലങ്ങളിലും അതുപോലെ പ്രചാരണത്തിന് എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സീമാൻ നേതൃത്വം നൽകുന്ന നാം തമിഴർ കച്ചി എന്ന് പറയുന്ന മുന്നണിയും ഇതുപോലെ തന്നെ ശക്തിയായി ഇവിടെ മത്സരത്തിന് രംഗത്തുണ്ട്. ഇവിടെ നമ്മുടെ കേരളത്തിൽ കാണുന്നത് പോലെ ഇവിടെ ഫ്ലെക്സ് ബോർഡുകൾ ബാൻ ചെയ്തിരിക്കുകയാണ്. അത്തരത്തിൽ ഈ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഫ്ലെക്സ് ബോർഡുകളും മറ്റു സ്ഥാനാർത്ഥികളുടെ അത്തരത്തിലുള്ള ചിത്രങ്ങളൊന്നും ഇവിടെ കാണാൻ കഴിയുന്നില്ല. ഒരു ഇലക്ഷൻ മൂഡ് ഇവിടെ നമുക്ക് അത്തരത്തിൽ ഫീൽ ചെയ്യുന്നില്ല. എന്നാലും ഇവിടെ ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഈ നേതാക്കളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും ആളുകൾക്കിടയിൽ നേരിട്ടെത്തി തന്നെയാണ് പ്രചാരണം നടത്തുന്നത്. പ്രധാനമായും ഇവിടെ ഇത്തരത്തിൽ പ്രചാരണം നടത്തുന്നത് ഓരോ നേതാക്കളും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ നേരിട്ടെത്തി ആളുകളുമായി സംവദിക്കുന്നു, അവരുമായി പ്രസംഗിക്കുന്നു. അത്തരത്തിലാണ് ഇവിടെയുള്ള ഈ ഒരു പ്രചാരണ രീതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.